എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. ബോണി, എന്താ വെച്ചാ ഒന്ന് കണ്ണടച്ച് പിടിച്ചേ. ഞാൻ കണ്ണടയ്ക്കണോ? എന്താ വെച്ചാ പോക്കറ്റ് പോക്കറ്റ് ഞാൻ അറിയാതെ കേട്ടാ, പോക്കറ്റിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എൻ്റെ പൊന്നെ. അല്ല, എനിക്ക് അന്നത്തെ പോലെ ഇനി എന്തെങ്കിലും ഉണ്ടോ ഒന്ന് കണ്ണടച്ച് പിടിച്ചേ. കണ്ണടയ്ക്കാച്ച. തുറക്കരുത്, യഥാർത്ഥത്തിൽ തുറക്കല്ല. തുറക്കില്ല, കണ്ണടച്ചു. ചൂട് അടുത്തിരുന്നോട്ടെ, ലേശം ഞാൻ കസല ഇവിടെ ഇരുന്നോട്ടെ, ലേശം അടുത്തിരുന്നു. ഓക്കെ, മതിയോ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തുറക്കരുത്. ഇല്ലച്ചാ. പണ്ടത്തെ കണ്ണുപൊത്തിക്കളി ഓർത്താൽ മതി. തുറന്നാൽ ഔട്ടാണ്. നാരങ്ങ പാല്, ചൂണ്ടയ്ക്ക് 2 ഇലകൾ, പച്ച പൂക്കൾ, മഞ്ഞ, ടക്ക് ടിക്കെന്നൊക്കെ കേൾക്കും. തുറക്കരുത്. തുറക്കുന്നുണ്ടോ? തുറക്കില്ല. ഞാനിപ്പോൾ ആപ്പിൾ മുറിക്കുക. തുറക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഞാൻ തുറക്കുന്നില്ലല്ലോ. ഞാനിപ്പോ നാരങ്ങ മുറിച്ചോണ്ടിരിക്കുക. തുറക്കുന്നുണ്ടോ? ഇല്ലച്ചാ. ഉറപ്പല്ലേ? സത്യമാണല്ലോ. കള്ളത്തരം പറയല്ലേ. നരകത്തിൽ പോകും കേട്ടോ. നരകത്തിൽ പോകും. അയ്യോ, അച്ഛൻ തിരിയിൽ കൊണ്ടുപോയി എൻ്റെ കൈ. എന്താ അച്ഛത്? ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ.
മൃതിയാൽ നീക്കി ജീവനേകി. ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. എന്തെന്തു മൃദുല മനോഹരമായി എൻ്റെ ഹൃദയത്തെ തട്ടിയുണർത്തുന്നു നീ. അവിടെ രഹസ്യത്തിൽ നീ മാത്രം വസിക്കുന്നു എൻ ഹൃദയേശ്വരനായി. നന്മയും മഹിമയും നിറഞ്ഞു നിന്നിടുന്ന നിൻ മധുര ജീവശ്വാസത്താൽ എന്തെന്തു മൃദുലമായി സ്നേഹം നിറച്ചെന്നിൽ. ഓ ജീവസ്നേഹത്തിൻ ജ്വാലയേ, ഓ മധുരിക്കുന്ന നീയേ, ഓ മനോഹരമാം മുറിവേ, ഓ മൃദുല കരങ്ങളേ, ഓ സൂക്ഷ്മ സ്പർശനമേ, ഓ നിത്യ ജീവിത ആസ്വാദനമേ, എല്ലാ കടങ്ങളും വീട്ടുന്നു നീ. മൃതി മൃതിയാൽ നീക്കി ജീവനേകി. എല്ലാ കടങ്ങളും വീട്ടുന്നു നീ. മൃതി മൃതിയാൽ നീക്കി ജീവനേകി. ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. ഓ ജീവജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. അതിനാൽ എന്നാത്മാവിൻ ആഴമേ, അടിമത്വത്തിലല്ല നീനിമേൽ. നിൻഹിതമെങ്കിൽ സ്നേഹാഗ്നി ജ്വാലയിൽ ലയിച്ചമർന്നിടട്ടെ നീ. മധുര സംഭാഷണ മറവിലൂടെ മുറിപ്പെടുത്തുന്നു നീ ആർദ്രമായി. ഓ മധുരിക്കുന്ന നീയേ, ഓ മനോഹരമാം മുറിവേ, ഓ മൃദുല കരങ്ങളേ, ഓ സൂക്ഷ്മ സ്പർശനമേ, ഓ നിത്യ ജീവിത ആസ്വാദനമേ, എല്ലാ കടങ്ങളും വീട്ടുന്നു നീ. മൃതി മൃതിയാൽ നീക്കി ജീവനേകി. എല്ലാ കടങ്ങളും വീട്ടുന്നു നീ. മൃതി മൃതിയാൽ നീക്കി ജീവനേകി.
ജീവനേകി. പാട്ട് കേട്ടപ്പോഴേ തന്നെ ഞാൻ അച്ഛനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അച്ഛാ. അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല. തിരിയും ഈ കൈപൊള്ളയും കൂടെ ആയപ്പോൾ ശരിക്കും എന്നെ ഒട്ടും മനസ്സിലായിട്ടില്ല. ഒട്ടും മനസ്സിലായിട്ടില്ല. പലയാവർത്തി കേട്ടായിരുന്നു. എനിക്കും മനസ്സിലായില്ലായിരുന്നു. ഇതെൻ്റെ പാട്ടല്ല. അല്ല, അച്ഛൻ്റെ എന്ന് വെച്ചാൽ ഇത് ജോൺ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ 400 വർഷം മുമ്പ് സഹസന്യാസിമാരാൽ പീഡിപ്പിക്കപ്പെട്ട്, ഒറ്റപ്പെട്ട്, കുറ്റപ്പെടുത്തപ്പെട്ട്, അബദ്ധ സിദ്ധാന്തകനെന്ന് മുദ്ര കുത്തപ്പെട്ട് കാരാഗൃഹത്തിൽ കിടക്കുമ്പം യേശുവിനെ മാത്രം പ്രണയിച്ച്, യേശുവിനെ കാമുകനെ പോലെ കൊതിച്ച്, കാന്തനായി, പ്രാണൻ്റെ പ്രാണനായി കണ്ട് എഴുതിയ ഒരു വരി എൻ്റെ കൂട്ടുകാരൻ തോമസ് മണിയങ്കരിക്കളത്തിലച്ഛൻ OCD ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഞാൻ എൻ്റെ ഒരു ഭാഗം ഒന്ന് മിനുക്കിയിട്ടുണ്ട്. ഞാനന്ന് ലൈസൻഷ്യേറ്റ് പഠിക്കുക, ഫാമിലി തിയോളജി. അപ്പോൾ ഈ അച്ഛൻ OCDക്കാരൻ, അവരുടെ വലിയ ആളാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, അവരുടെ ഏറ്റവും സഭയുടെ. അപ്പോൾ ഈ അച്ഛൻ എൻ്റെ മുറിക്ക് അപ്പുറത്താണ്. അച്ഛൻ ഈ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ഈ വരിയും എഴുതിക്കൊണ്ട് എൻ്റെ അടുത്ത് വരും. ഷാജി അച്ഛാ, ഈ പാടം ട്യൂൺ ചെയ്യേ. ഞാൻ പറയും തോമസ് അച്ഛാ വെച്ചിട്ട് പോക്കോ, ട്യൂൺ ചെയ്യാം. മടി കൊണ്ടല്ല കേട്ടോ. തോമസ് അച്ഛാ, ഷാജി അച്ഛാ ട്യൂൺ ചെയ്തോ? പറഞ്ഞില്ല, നാളെ തരാം. ഷാജി അച്ഛാ എൻ്റെ പാട്ട്. ഞാൻ പറഞ്ഞ തോമസ് അച്ഛാ, ഞാൻ വാ എന്നാൽ ഇപ്പം തന്നെ ട്യൂൺ ചെയ്യാം, വാ. ഞാനപ്പോൾ ഈ അച്ഛനെ പെട്ടെന്ന് എനിക്ക് ഈ അച്ഛൻ എപ്പോഴും ഒരു സമാധാനം തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വരികളെടുത്ത് അത്യാവശ്യം ഒന്ന് വെട്ടി ചെറുതായിട്ട് ഞാനും ഒന്ന് തിരുത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു പങ്ക് ഇതിനകത്തുണ്ട്. അച്ഛൻ്റെ ട്രാൻസ്ലേഷനാണ്, പക്ഷേ സത്യത്തിൽ എൻ്റെ ഒരു പങ്ക് ഇതിനകത്ത് ചെറുതായിട്ടുണ്ട്. ഈ വരിയെടുത്ത് കൈ പിടിച്ച പാടെ 400 വർഷം മുമ്പ് കാരാഗൃഹത്തിൽ ജോൺ ഓഫ് ദ ക്രോസ് അനുഭവിച്ച സങ്കടത്തിൻ്റെ ആ പെടച്ചിൽ മുഴുവൻ എക്സ്ക്യൂസ്ഡായിട്ട് എൻ്റെ ആത്മാവിൽ തന്നതുകൊണ്ടാകാം ചുമ്മാതെ ഞാനൊന്ന് പാടി. ഓ സ്നേഹ ജ്വാലയേ എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. ഓ ജീവജ്വാലയേ എന്നാത്മാവിനെ മൃദുവായി മുറി. അതുകൊണ്ട് കൈ കൊണ്ട് വെച്ച് ചെറുതായ മുറിവായി, പൊള്ളി അങ്ങ് പോയൊന്നുമില്ലല്ലോ, മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. ആദ്യം എന്നറിയോ, ഈ പാട്ട് ഒരിക്കലും ഇത് പറയുന്നതല്ല, ഈ ഒരു പളുങ്കടലിൻ്റെ ഒരു എപ്പിസോഡ് കൊണ്ട് ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ഈ വരികൾ പറഞ്ഞു തരത്തില്ല. അതിനാൽ എന്നെ ആത്മാവിനാഴമേ അടിമത്തത്തിലല്ല നീനിമേൽ. എന്നറിയോ, നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് സ്വർഗം തരാം, വിജയം തരാം എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് എനിക്ക് നീ തരുന്നത് സഹനമായിരിക്കും. നീ എന്നെ ഇത്രയൊക്കെ കൊതിപ്പിച്ചിട്ട് ഞാൻ നിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി വന്നാൽ നിനക്ക് വിടുതൽ തരാം, ശക്തി തരാം, സ്ഥാനം തരാം എന്നൊക്കെ പറഞ്ഞിട്ട്, കർത്താവേ ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ചിറങ്ങി വന്നിട്ട് നിൻ്റെ രാജ്യത്ത് ഞങ്ങൾക്ക് എന്നാ കിട്ടും എന്ന് ശ്രീഹന്മാരെ പോലെ നമ്മൾ ചോദിക്കേണ്ടി വരിക. നമുക്ക് കിട്ടുന്ന പടച്ചിലും മുറിയും അധിക്ഷേപവുമാണ്. പക്ഷെ മൃദുവായ മുറിപ്പെടുത്തലായത്. അതായതേ നമ്മൾ ഈ കൊച്ചു പിള്ളേരുടെ അമ്മമാർ കടിച്ചതിൻ്റെ മുത്തേ ചക്കരെ പൊന്നെ കടിക്കത്തില്ലേ, അത് ദേഷ്യം കൊണ്ടാ? ദേഷ്യം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാ. കുഞ്ഞിന് പക്ഷേ അത് നല്ല സുഖം തന്നെ. കൊച്ചിന് ചിലപ്പോൾ വിഷമം ഉണ്ടാകും, പക്ഷേ ചക്കരേൻ്റെ ചക്കര എന്ന് പറഞ്ഞ് കരുത്ത് കടിച്ചു കൊല്ലും. ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാണ്. ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം കടിച്ചു കൊല്ലുക എന്ന് വെച്ചാൽ ഞാൻ നിന്നെ കടിച്ചു കൊല്ലൂടാ, ചക്കര മുത്തേ ഞാൻ കടിച്ചു കൊല്ലും, തിന്നും എന്നൊക്കെ പറയത്തില്ലേ. മൃദുവായി മുറിപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ മുദ്രയാണ്, ഉറപ്പുള്ള തെളിവാണ്. ഇത് കുരിശിൻ്റെ യോഹന്നാൻ അനുഭവിക്കുക. ഓരോ സഹനവും മൃദുവായ ഒരു മുറിപ്പെടുത്തലാണ്. പക്ഷേ ആ ഓരോ സഹനവും വഴി എൻ്റെ ആത്മാവിൻ്റെ ആഴം അടിമത്തത്തിൽ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുക. ഈ ഓരോ മുറിപ്പെടുത്തലും എൻ്റെ ചങ്ങല പൊട്ടിക്കുന്നുണ്ട്.
ശക്തമായ അടി ശക്തമായ അടി ഹൃദയത്തിൻ്റെ ഉള്ളറകളെ പോലും വിശുദ്ധീകരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. ശക്തമായ അടി ശക്തമായ അടി ഹൃദയത്തിൻ്റെ ഉള്ളറകളെ പോലും വിശുദ്ധീകരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പം മൃദുവായ മുറിപ്പെടുത്തൽ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളെ തട്ടിമുട്ടി കളയും. ഏതായാലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ കാണുന്ന നിങ്ങൾക്ക് തോന്നുന്നതിന് ലക്കില്ലാതെ പറയുന്നു. അങ്ങനെയല്ല. ആ ആത്മാവ് ആ ഒരു ശക്തി ഇപ്പം ഹൃദയത്തിലേക്ക് വരുന്നത് കൊണ്ടാണത് ഇപ്പം തന്നെ തപ്പുന്നത്. 29 ശക്തമായ അടി. ഏതായാലും പരാജയപ്പെട്ടു കാണുന്നില്ല. ശക്തമായ അടി ഹൃദയത്തിൻ്റെ ഉള്ളറകളെ പോലെ ശുദ്ധീകരിക്കുമെന്ന് എനിക്ക് ഈ പ്രഭാഷകനും സുഭാഷിതങ്ങളും തമ്മിൽ എപ്പോഴും മാറിപ്പോവും. അതായത് ഈ പളുങ്കടലിൻ്റെ ഒരു പങ്കുവെക്കലായി നിങ്ങളുടെ ഉള്ളിലിരിക്കട്ടെ. ശക്തമായ അടി ഹൃദയത്തിൻ്റെ ഉള്ളറകളെ പോലും ശുദ്ധീകരിക്കും. അവൻ്റെ ഓരോ സഹനത്തിൻ്റെ അടിയും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഓരോ കെട്ടും പൊട്ടിച്ചിട്ട് അതിനാൽ എന്നാത്മാവിനാഴമേ അടിമത്തത്തിലല്ല നീനിമേൽ നിൻഹിതമെങ്കിൽ സ്നേഹാഗ്നിജ്വാലയിൽ ലയിച്ചമർന്നിടട്ട ഞാൻ മധുര സംഭാഷണ മറവിലൂടെ മുറിപ്പെടുത്തുന്നു നീ ആർദ്രമായി. അതാ ഞാൻ പറഞ്ഞത്. കർത്താവ് ആദ്യം പറയും ഞാൻ നിന്നെ കാണാൻ കാണിക്കാം. കർത്താവ് ആദ്യം പറയും ഞാൻ നിനക്ക് സൗഭാഗ്യം തരാം. പക്ഷേ ഇഷ്ടം പോലെ മുറിപ്പാടുകൾ അനുവദിക്കും. മധുര സംഭാഷണ മറവിലൂടെ സഹനങ്ങൾ തരുന്നു നീ ആർദ്രമായി. നല്ലൊരു പ്രയോഗം. നിനക്കറിയാം തരാൻ പോകുന്നത് എപ്പോഴും പച്ചയായിട്ട് നീ എന്നോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് കർത്താവ് കളിപ്പിക്കുന്നതല്ല. മനസ്സിലായി. ഞാൻ തരത്തില്ല എൻ്റെ ജീവിതം. ഞാൻ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ വിട്ട് തരത്തില്ല. മാനുഷികമായ ഭയത്തിന് ഞാൻ അടിപ്പെട്ടു പോകും. അപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറയും എൻ്റെ മുത്തേ, എൻ്റെ ചക്കരെ, ഞാൻ നിന്നെ വിടുവിക്കും. എൻ്റെ ചക്കരെ, എൻ്റെ പൊന്നുമോനെ, ഞാൻ നിനക്ക് ലെബനോനിലെ കാരകലിൻ്റെ തണുപ്പ് തരും. എൻ്റെ മുത്തേ, ഞാൻ നിനക്ക് ഈ ഭൂമിയിലെ അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരും. നീ പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കും വീഴാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം വിട്ടിട്ട് ഓടും. അപ്പോൾ ഒരു ചില്ലിക്കാശിന് വകയില്ലാതിരിക്കുമ്പോൾ കർത്താവ് പറയും നിനക്ക് ഞാനത് തരും. അവനെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരും. പക്ഷേ അപ്പോൾ എന്നെ ഒറ്റമശ്ശേരിയിൽ നമ്മുടെ അർത്തുങ്കൽ ഭാഗത്തുനിന്നും ഒരു സനലും 2 സഹോദരങ്ങൾ കാണാൻ വരും. എൻ്റെ മക്കൾ വന്നിട്ട് പറയുന്ന അച്ഛൻ പറയുന്നത് ഞങ്ങൾക്ക് മീൻ കിട്ടുമെന്ന്. അച്ഛാ പന്നി കയറി, കടൽപ്പന്നി കയറി, ഞങ്ങളുടെ ഉള്ള വലയും കൂടെ കീറി തരുമെന്ന് വാഗ്ദാനം. പക്ഷേ ഉള്ളത് കൂടെ കീറിപ്പോയി. പക്ഷെ അവിടെ പിടിച്ച് നിന്നെ നിർത്താൻ ദൈവത്തിൻ്റെ വചനം എടുക്കുന്നൊരു വഴിയാണിത്. മധുര സംഭാഷണ മറവിലൂടെ മുറിപ്പെടുത്തുമെങ്കിലും ഒടുവിൽ നിനക്കത് നൽകും. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് ഇരിക്കുമ്പം, ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പം എനിക്ക് അവരുടെ കോള് വന്നു. അവർക്ക് ഇന്ന് 25,000 രൂപയുടെ മത്തി കിട്ടി. ഇന്നലെ മിനിഞ്ഞാന്ന് 90,000 രൂപയുടെ മത്തി കിട്ടി. സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരും. അതുകൊണ്ടാണ് ഓ മധുരിക്കുന്ന അഗ്നിയേ, ഓ മനോഹരമാം മുറിവേ, ഓ മൃദുല കരങ്ങളേ, ഓ സൂക്ഷ്മ ചൈതന്യമേ. അതെന്താ വെച്ചാ സൂക്ഷിച്ചാലേ ഈ സഹനങ്ങൾക്കിടയിലൂടെ കർത്താവിൻ്റെ മൃദുലകരം എന്നെ തൊട്ടെന്ന് നീ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ അറിയില്ല അല്ലേ? അറിയില്ല. ഈ സഹനങ്ങളിലൂടെ എന്നെ തൊട്ടത് അവൻ്റെ സൂക്ഷ്മ സ്പർശനമാണെന്നറിയാൻ ജാഗ്രത വേണം എന്ന് ഞാൻ കരുതുക. കാരണം എനിക്കങ്ങനെ അത് വെളിപ്പെട്ട് കിട്ടുന്നത്. ഇത് നമ്മുടെ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ കണ്ണീരിൽ നിന്നുണ്ടായ വരിക. ഓ നിത്യജീവിത ആശ്വാസ, ഓ നിത്യജീവിത ആസ്വാദനമേ, എല്ലാ കടങ്ങളും വീട്ടുന്നു നീ, മൃതിയാൽ നീക്കി ജീവനേകി. അവരുടെ ഉള്ളിൽ ശരിക്കും ഉണ്ടല്ലോ ആ വരി. എനിക്ക് എന്നെ വളരെ സ്വാധീനിച്ചു. മൃതിയാൽ നീക്കി ജീവനേകി, എല്ലാ കടങ്ങളും വീട്ടുന്നു നീ. ഞാനിപ്പോൾ ഓർക്കതേ ഇത് നാളുകൾക്ക് ശേഷം പാടുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നു. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ അനുഭവിച്ച ആ ദൈവിക പ്രണയം.
അതിൻ്റെ ആഴം അല്ലേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ് അദ്ദേഹം. ശരിക്കും യേശുവിനെ മാത്രം നൽകുക, ബാക്കി എല്ലാം മാറ്റുക. എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ അഭിനയിക്കുന്നതല്ല, എനിക്ക് ഓർമ്മ വരുന്നില്ല, അടുത്ത ഈ ദിവസങ്ങളിൽ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞ്, അച്ഛാ എൻ്റെ കയ്യിലെ മോതിരം നോക്കാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ പേര് കണ്ടോയെന്ന് ചോദിച്ചു. ബോണി, ഞാൻ ആദ്യം കാണുകയാണ് ഒരു സ്വർണ്ണ മോതിരത്തിൽ ജീസസ് എന്ന് സഹോദരി എഴുതിയിട്ടിരിക്കുന്നു. എൻ്റെ ശരിക്കും നിറ കണ്ണുകളോടെ അത് കണ്ടത്. ജീസസ് എന്ന് പറയുകയെന്ന് വെച്ചാൽ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ അത്രയും എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷെ വൈകിയാണെങ്കിലും എൻ്റെ എല്ലാം അച്ഛാ, ഞാൻ തുറന്നു പറയുകയാണ്, എൻ്റെ എല്ലാം അച്ഛാ, ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ എല്ലാം എൻ്റെ കർത്താവാണ്. എല്ലാ കടങ്ങളും വീട്ടുന്നു നീ, മൃതിയാൽ നീക്കി ജീവനേ. പാരഡോക്സ് അല്ലേ? ഓ മധുരിക്കുന്ന അഗ്നിയേ, ഓ മനോഹരമാം മുറിവേ, ഓ മൃദുല കരങ്ങളെ, ഓ സൂക്ഷ്മ സ്പർശനമേ, ഓ നിത്യജീവിത ആസ്വാദനമേ. സഹനം എനിക്ക് ഒരു സ്വർഗമുണ്ടെന്നുള്ളതിൻ്റെ മുന്നാസ്വാദനമാണ്. കാരണം ഞാൻ കയ്പ് കുടിച്ചതിന് ശേഷം മധുരം കുടിക്കുമ്പം മധുരം എത്ര മധുരമാണെന്ന് ഞാൻ അറിയും. പട്ടിണിക്ക് ശേഷം ഞാൻ വിരുന്നുണ്ടുമ്പം, ഉപവസിച്ചതിന് ശേഷം നമ്മൾ ചോറുണ്ണുമ്പം എത്രയോ രുചിയാണ്. സഹനം മുന്നാസ്വാദനമാണ്. എല്ലാ കടങ്ങളും നീക്കുന്നു നീ, മൃതിയാൽ നീക്കി ജീവനേകി. ഓ അഗ്നിദീപങ്ങളെ, നിങ്ങൾ തൻ പ്രഭയാലല്ലോ ഇരുട്ടിലും ചെളിയിലും കഴിഞ്ഞ എൻ്റെ ലോലവികാരത്തിൻ ഗുഹകളല്ല. എൻ്റെ പൊന്നെ, എന്നാ എഴുത്താ ഇത്, എന്നാ എഴുത്താ. അതായത് ഓ അഗ്നിദീപങ്ങളെ, ഓ സഹനദീപങ്ങളെ, നിങ്ങളുടെ പ്രകാശത്താലാണ് എൻ്റെ ഇരുട്ടിലും ചെളിയിലും കിടന്ന കെട്ട എൻ്റെ ലോലവികാരത്തിൻ്റെ ഗുഹകളെ ഇന്ന് നീ ജ്വലിപ്പിച്ചത്. ഓ അഗ്നിദീപങ്ങളെ, നിങ്ങൾ തൻ പ്രഭയാലല്ലോ ഇരുട്ടിലും ചെളിയിലും കഴിഞ്ഞ എൻ്റെ ലോലവികാരത്തിൻ ഗുഹകളെല്ലാം ഇന്നുജ്വലമായി മാറി, പ്രിയനായി ചൂടും വെളിച്ചവും നൽകുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഗുഹകളെല്ലാം ഇന്ന് തെളിഞ്ഞ് കത്തിയിട്ട് അതൊക്കെ എനിക്കിന്ന് സാക്ഷ്യമാണ്. കാരണം നിൻ്റെ സഹനങ്ങൾ എൻ്റെ ഓരോ ഗുഹകളെയും ജ്വലിപ്പിച്ചു. ഞാൻ കള്ളനായിരുന്നു, മോഷണശീലം ഇന്നെനിക്ക് സാക്ഷ്യമാണ്. കാരണം ഞാൻ സ്വർഗം മോഷ്ടിക്കാൻ പഠിച്ചു. എങ്ങനെ സ്വർഗം മോഷ്ടിക്കണം എന്നുള്ള ജാഗ്രത എൻ്റെ മോഷണശീലം എനിക്ക് നൽകി. ലൈംഗികതയുടെ തലോടലുകൾ എനിക്കൊരു കെണിയായിരുന്നു, ഗുഹയായിരുന്നു. എത്ര സൂക്ഷ്മമായി ഞാൻ വചനത്തെയും എൻ്റെ കർത്താവിനെയും ലാളിച്ച് സ്വന്തമാക്കണമെന്ന് ഈ ലൈംഗികതയുടെ പാകപ്പിഴകൾ എന്നെ പഠിപ്പിച്ചു. അത്യാഗ്രഹത്തിൻ്റെ കുഴി എൻ്റെ ഗുഹയായിരുന്നു. ഈ സഹനങ്ങൾ കൊതിയോടുകൂടി സ്വർഗത്തെ എല്ലാം വിട്ട് സ്വന്തമാക്കാൻ എന്നെ പഠിപ്പിച്ചു. ഈശോയെ കൊതിയോടുകൂടി സ്വന്തമാക്കാൻ ഈ അത്യാഗ്രഹം. ഇരുട്ടിലും ചെളിയിലും കഴിഞ്ഞ എൻ്റെ ലോലവികാരത്തിൻ ഗുഹകളെല്ലാം ഇന്നുജ്വലമായി മാറി, പ്രിയനായി ചൂടും വെളിച്ചവും നൽകുന്നു. എന്തെന്തു മൃദുല മനോഹരമായെൻ്റെ ഹൃദയത്തെ തട്ടിയുണർത്തുന്നു നീ. അവിടെ രഹസ്യത്തിൽ നീ മാത്രം വസിക്കുന്നു എൻ ഹൃദയേശ്വരനായി.
മഹി മഹി നന്മയും മഹിമയും നിറഞ്ഞു നിന്നിടുന്ന നിൻ മധുര ജീവ ശ്വാസത്താൽ എന്തെന്തു മൃദുലമായി പാലിച്ചു, എന്തെന്തു മൃദുലമായി സ്നേഹം നിറച്ചെന്നിൽ. ഓ ജീവസ്നേഹത്തിൻ ജ്വാലേ. ബോണി, അച്ഛാ ഒന്നും പറയാനില്ലല്ലേ, ഒരു മൗനം. ചില സമയത്ത് നമ്മൾ മൗനമായി പോവുമല്ലോ അച്ഛാ. എങ്കിലും എനിക്ക് വളരെയധികം എന്നെ സ്പർശിച്ചിട്ടുണ്ട് അച്ഛാ ഈ വരികളെ. കൂടെ ആദ്യം കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും എവിടെയൊക്കെ സ്വാധീനിക്കുന്നു, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഈ പാട്ട് ബോണി പറഞ്ഞ പോലെ എന്നെ ബാംഗ്ലൂരിൽ നിന്ന് ശരിക്കും ഒരു സ്നേഹിതൻ വിളിച്ചതോർക്കുന്നു. ഒരു പ്രേമഗാനം സ്പർശിക്കാത്ത രീതിയിൽ എനിക്ക് എവിടേക്കോ കുളിരു കോരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവനത് പറയുന്നത്. ഓ സ്നേഹജ്വാല, ഒന്നും എനിക്ക് ഓർത്തില്ല, എന്നെ കൊണ്ട് ഫോണിൽ പാടിപ്പിച്ചത് ഞാൻ ഓർക്കുക. ഒരു ശരിക്കും പറഞ്ഞ ഒരു പ്രേമഗാനമാണല്ലോ, നിത്യപ്രേമത്തിൻ്റെ ഒരു പാട്ട്, നിത്യപ്രേമത്തിൻ്റെ ഒരു പാട്ട്. ഈ വിളക്ക് അണയുമ്പോഴും ദൈവത്തിൻ്റെ പ്രകാശവും ദൈവത്തിൻ്റെ മഹത്വവും അങ്ങനെ അങ്ങനെ നിൽക്കട്ടല്ലേ. ശക്തമായ അടി ഹൃദയത്തിൻ്റെ ഉള്ളറകളെ പോലും ശുദ്ധീകരിക്കും.